എനിക്ക് ആമക്കളും 3. ഒന്നല്ല, 1, 2, 3. 3 ഇയാൾക്ക് ആരുണ്ടോ? ഒരനന്തരവനുള്ളതാണെങ്കിൽ അവനൊരു ഗജ ഫ്രോഡ്. പിന്നെ ഒരു മകള് ഉണ്ട്. അത് സ്വന്തം മകളാണോ എന്ന കാര്യത്തിലെ സംശയത്തിലാ പ്രതാപവർമ്മൻ. അനന്തപിള്ളേ, മോളെ വേണ്ട. പ്രതാപവർമ്മയ്ക്ക് തനിക്കുണ്ടായിരിക്കുന്നത് പോലെ നാട് നീളെ ആൺമക്കളൊന്നും വേണ്ടടോ. ഈ ഒരു ഒറ്റ മകൾ മതി. ഇനി ഒരൊറ്റ തവണ കൂടി എന്റെ അച്ഛന്റെ ഓഫീസിൽ വന്ന് എന്റെ അച്ഛന് നേരെ ഷൗട്ട് ചെയ്ത് സംസാരിച്ച കാരണം ഞാൻ അടിച്ച് പൊളിച്ചളയും. താനൊരു രോഗിയാണെന്നും അടി കിട്ടിയ ചത്തുപോകുന്നു എനിക്കറിയാം. തന്റെ ഏജ് ഞാൻ വകവെക്കില്ല. എന്റെ അച്ഛനോട് കളിച്ച താൻ നേരെ ചെവ്വേ പോയില്ല. അച്ഛൻ ക്ഷമിക്കണം. കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. എടോ, എന്റെ അപ്പൂപ്പനും അച്ഛനും ഒക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് വയറ്റിപ്പഴപ്പിനും തന്നെ പോലെ കട്ടുപിടിക്കാനൊന്നും അല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി കുടുംബം മുതലെടുത്ത് ചെലവാക്കിയിട്ടേ ഉള്ളൂ. ഞങ്ങൾക്കാർക്ക് മോഷ്ടിക്കേണ്ട കാര്യമില്ല. മര്യാദയ്ക്ക് സംസാരിക്കണം. താൻ മര്യാദകേട് പറഞ്ഞതുകൊണ്ട് ഞാനും ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നതെല്ലാം സത്യങ്ങളാ. അല്ലെങ്കിൽ അവര് പറയട്ടെ. നീ എന്തിനാ എന്റെ ഓഫീസിലേക്ക് വന്നത്? രാജുവും ഞാനും കൂടി ഔട്ടിങ്ങിന് പോവാൻ തീരുമാനിച്ചിരുന്നു. ഇവിടേക്ക് വരാൻ രാജു പറഞ്ഞതുകൊണ്ടാ ഞാൻ വന്നത്. രാജു വിളിച്ചതുകൊണ്ട് നീ വന്നു, അതും ഓക്കെ. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യത്തിന് നീ എന്തിനാ ഇടപെട്ടത്? അത് ഞാനും അനന്തനും തമ്മിലുള്ള രാഷ്ട്രീയ വൈരാഗ്യം. ആ തർക്കത്തിൽ കയറി നീ ഇടപെട്ട എന്തിനെന്നാ ഞാൻ ചോദിച്ചത്. എന്താ മറുപടിയില്ലേ? എന്താ പ്രതാപ ഇങ്ങനെ? കുട്ടി ചെയ്തതൊരു വലിയ കാര്യമല്ലേ? അല്ല ഗോപിയേട്ടാ, ഞാൻ ചോദിച്ചതിന് പ്രതാപൻ മറുപടി പറയും. അവൻ പത്തി വിരിച്ച് ആടാൻ തുടങ്ങിയപ്പോഴാ പ്രതാപന്റെ മോള് കയറി ഇടപെട്ടത്. ഒരു മകള് ചെയ്യേണ്ട കടമയല്ലേ മകള് ചെയ്തത്? ഗോപിയേട്ടൻ പറഞ്ഞത് ശരിയാണ്. കിട്ടേണ്ടത് കിട്ടിയപ്പോഴാ അനന്തൻ അടങ്ങിയത്. അച്ഛന്റെ മുൻപിൽ വെച്ച് ഞാൻ ആ മനുഷ്യനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന് അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വെട്ടാൻ വരുന്ന പോത്തിനോട് വേദോതിയിട്ട് കാര്യമില്ലെന്ന്. ചില ആളുകൾക്ക് അവരർഹിക്കുന്ന മറുപടിയെ കൊടുക്കാവുന്നു. അമ്മ അച്ഛനെ പിരിഞ്ഞിട്ട് വർഷം 10-20 അച്ഛൻ അക്കാലത്ത് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അച്ഛന് അച്ഛന്റെ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു മകൻ ജനിക്കുമായിരുന്നു. പക്ഷെ അച്ഛൻ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തില്ല. അത് എനിക്ക് വേണ്ടിയാ.
എന്നെ സ്നേഹത്തോടെ വളർത്താൻ വേണ്ടിയ. അച്ഛന് മകളായും മകനായും ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛന് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ ഞാൻ ഉണ്ടാവേണ്ടതല്ലേ അച്ഛ? അച്ഛനെ ആരെങ്കിലും വേദനിപ്പിക്കുന്നത് കേട്ടു നിൽക്കാനോ സഹിക്കാനോ എന്നെ കൊണ്ടാവില്ല. അച്ഛന എന്റെ ലോകം. അച്ഛന്റെ ഏത് കാര്യത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും എല്ലാം ഞാനുണ്ടാവും.